പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൽ നിന്ന് നിങ്ങളെന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പേർ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പഴയ പരാജയങ്ങൾ നമ്മെ ഇന്നും കുറ്റബോധത്തിലും ലജ്ജയിലും പിടിച്ചു നിർത്തുന്നുണ്ട്. അത് ഞാൻ ചെയ്തു പോയി, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു പോയി, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് നാം ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ന് ദൈവം നമ്മോടൊരു സത്യം തുറന്നു പറയുന്നു. ദൈവം നമ്മുടെ പഴയ നിന്ദയിൽ നമ്മെ എന്നേക്കുമായി നിർത്തുന്ന ദൈവമല്ല. അവൻ നമ്മെ പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമാണ്. ഇതാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തിന്റെ വാതിക്കൽ എത്തിയിരിക്കും. എന്നാൽ അവരുടെ യാത്രയിൽ പിന്നിൽ മിസ്രയീം ഉണ്ടായിരുന്നു. അടിമത്തത്തിന്റെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. മരുഭൂമിയിലെ പരാജയങ്ങൾ ഉണ്ടായിരുന്നു. പരിച്ഛേദനയുടെ ഉടമ്പടിയുടെ അടയാളം നഷ്ടപ്പെട്ട ഒരു തലമുറയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവം പറയുന്നു, ഇനി പഴയ നിന്ന നിങ്ങൾ ഓർക്കേണ്ടതില്ല, ഞാനത് നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ദൈവം ക്ഷമിച്ച ഒരു ഭൂതകാലത്തെ വീണ്ടും വീണ്ടും ചുമക്കേണ്ടതില്ല എന്ന വചനം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ ഉണ്ടായിരിക്കാം, ചില തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം, ചില ബന്ധങ്ങളിൽ മുറിവുകൾ സംഭവിച്ചിരുന്നേക്കാം, ചില അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ ഇന്നും നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ ഭൂതകാലം നമ്മുടെ ഭാവിയുടെ വിധിയല്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുൻപിൽ നമ്മുടെ പഴയ നിന്ദയ്ക്ക് അവസാനമുണ്ട്. ഒരു ചെറിയ ബൈബിൾ ചിത്രം നമുക്ക് നോക്കാം. പത്രോസ്, യേശുവിനെ യേശു സ്നേഹിച്ച പത്രോസ്. ആ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം നിഷേധിച്ചു. ആ പരാജയത്തിന് ശേഷം പത്രോസിന് ജീവിതകാലം മുഴുവനും ഞാൻ യേശുവിനെ നിഷേധിച്ചവനാണ് എന്ന് ചുമന്ന് നടക്കാമായിരുന്നു. പക്ഷെ യേശു അവനെ അവിടെ ഉപേക്ഷിച്ചില്ല. പുനരുത്ഥാനത്തിന് ശേഷം യേശു പത്രോസിനെ വീണ്ടും വിളിച്ചു. അവൻ്റെ പരാജയത്തെ അവസാന വാക്കാക്കാതെ തൻ്റെ കൃപയെ അവസാന വാക്കാക്കി. പത്രോസിന്റെ ഭൂതകാലം മായ്ച്ചു കളഞ്ഞതുകൊണ്ടല്ല അവൻ മുന്നോട്ട് പോയത്. യേശുവിൻ്റെ കൃപ അവൻ്റെ ഭൂതകാലത്തെക്കാൾ വലുതായതുകൊണ്ട്. ഇന്നും അതുതന്നെയാണ് ദൈവം നമ്മോട് ചെയ്യുന്നത്. നമ്മുടെ തെറ്റുകൾ ദൈവത്തിന് അറിയാം. നമ്മുടെ കണ്ണുനീർ അവൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പരാജയങ്ങൾ അവൻ അറിയുന്നു. മറ്റാരും അറിയാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ കഥ പോലും അവൻ അറിയുന്നുവല്ലോ. എന്നിട്ടും അവൻ നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ എൻ്റെ പഴയ നിന്നുകൊണ്ട് നിർവചിക്കുന്നില്ല, ഞാൻ നിന്നെ എൻ്റെ കൃപ കൊണ്ട് ഒതുക്കുന്നു. അപ്പോൾ ഇന്ന് നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ദൈവം വിട്ടുകളഞ്ഞ ഒരു പഴയ നിന്നയെ ഞാൻ എന്നും പിടിച്ചു നിൽക്കുന്നുണ്ടോ? കുറ്റബോധമോ പരാജയബോധമോ മറ്റൊരാൾ പറഞ്ഞ വേദനിപ്പിക്കുന്ന വാക്കുകളോ പഴയൊരു പാപത്തിൻ്റെ ഓർമ്മയോ ഇന്ന് അതെൻ്റെ കയ്യിൽ ഉണ്ടോ? ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരു തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ ഭൂതകാലത്തെ വീണ്ടും വീണ്ടും ഓർത്ത് എന്നെ തന്നെ ഞാൻ ശിക്ഷിക്കുകയില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, നീ ക്ഷമിച്ചതുപോലെ ഞാനിനി ചുമക്കുന്നില്ല. നീ പുതുതായി തുറന്ന വഴിയിൽ ഞാൻ നടക്കും. അതുകൊണ്ടൊരു പുതിയ ചുവട് നമുക്ക് വയ്ക്കാം. ഒരു തീരുമാനമെടുക്കാം. ബന്ധത്തിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ബന്ധനങ്ങളെ ഒക്കെ ഒഴിവാക്കാം. തെറ്റ് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം. ഭൂതകാലത്തിന് നിഴലിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ മുന്നോട്ട് നമുക്ക് പോകാം. മിസ്രയീമിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞവനായ ദൈവം നമ്മുടെ ജീവിതത്തിലും പുതിയൊരു തുടക്കം നൽകാൻ കഴിവുള്ളവനാണ്. എൻ്റെ ഭൂതകാലം എന്നെ നിർവചിക്കില്ല. ദൈവത്തിൻ്റെ കൃപയാണ് എൻ്റെ ഭാവിയെ നിർവചിക്കുന്നത്. പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ പഴയ നിന്ദകളും പരാജയങ്ങളും കുറ്റബോധങ്ങളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ.
ഞങ്ങളുടെ ഭൂതകാലത്തേക്കാൾ നിന്റെ കൃപ വലുതാണെന്ന് വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.